കർത്താവ് ഇന്ന് തന്ന മറ്റൊരു വചനഭാഗമാണ് 127 സങ്കീർത്തനം. എല്ലാം ദൈവത്തിൻ്റെ ദാനം. നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, അവരുടെ നന്മയ്ക്ക്, ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു വചനഭാഗമാണ് 127 സങ്കീർത്തനം. അതുപോലെ തന്നെ സൽസന്താന ഭാഗ്യത്തിന് ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ വളരെ നല്ലൊരു വചനഭാഗമാണ് 127 സങ്കീർത്തനം. എല്ലാ മാതാപിതാക്കളും എല്ലാ ദിവസവും ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മക്കളുടെ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തിൽ വച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ആമേൻ.